നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സാവി അലോൺസോയെ റയൽ മാഡ്രിഡ് പുറത്താക്കി അന്നു മുതൽ കേൾക്കാൻ തുടങ്ങിയ റൂമറാണ് അടുത്ത സമ്മറിൽ യർഗൻ ക്ലോപ്പ് റയൽ മാഡ്രിഡിൻ്റെ കോച്ചാവും എന്നുള്ളത്. ഇപ്പോൾ അതിനോട് നേരിട്ട് തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് യർഗൻ ക്ലോപ്പ്. ഫബ്രിസിയോ റൊമാനോ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. റയലിൻ്റെ കോച്ചാകുമോ, അതിൽ ഇനി അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കോച്ചാകുമോ എന്ന് പോലും പലരും പടച്ചുവിട്ടു. അപ്പോൾ അതിനോടൊക്കെ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു. ഓൾ ദി ന്യൂസ് ദാറ്റ്സ് കമ്മിങ് ഔട്ട് ഈസ് കംപ്ലീറ്റ് നോൺസെൻസ്. ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വാർത്തകളും കംപ്ലീറ്റ് നോൺസെൻസ് ആണ്. അവരാരും റയൽ മാഡ്രിഡിൽ നിന്ന് ആരും എന്നെ ഇതുവരെ ഒറ്റ തവണ പോലും വിളിച്ചിട്ടില്ല. നോട്ട് ഈവൺ എ സിംഗിൾ ടൈം. എന്നെ മാത്രമല്ല, എൻ്റെ ഏജൻറ്റിനെയും അവരാരും വിളിച്ചിട്ടില്ല. തീർച്ചയായിട്ടും സോറി മാഡ്രിഡ്, നിങ്ങൾ ആദ്യം എന്നെ വിളിക്ക് എന്നാണ് അദ്ദേഹം തമാശയായിട്ട് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ച് പറയുന്നത്, ഈ റൂമേഴ്സ് ഉണ്ടല്ലോ റയൽ മാഡ്രിഡിലേക്ക്, അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക്, ഇങ്ങനെയുള്ള റൂമേഴ്സ് ശരിക്കും അനോയിങ് ആണ്. ആരും ഞാനുമായിട്ടൊരു ഓപ്പൺ നെഗോസിയേഷൻ നടത്തിയിട്ടില്ല. അതിനുവേണ്ടി ആരും വിളിച്ചിട്ടില്ല. നോ വൺ കോൾഡ് ടു ഓപ്പൺ എ നെഗോസിയേഷൻ. ഒരു നെഗോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരും എന്നെ വിളിച്ചിട്ടില്ല. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ള ഐ ആം സോറി. പക്ഷേ അവരാദ്യം എന്നെ വിളിക്കട്ടെ, അതിനുശേഷമല്ലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. ഞാൻ അവിടെ കോച്ചാവുമോ ഇല്ലയോ എന്നൊക്കെ എന്തെങ്കിലും പറയണമെങ്കിൽ അവരാദ്യം എന്നെ വിളിക്കണ്ടേ. ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ യർഗൻ ക്ലോപ്പ് പറയുന്നു. അപ്പോൾ റയലിലേക്ക് ഡീലായി, അല്ലെങ്കിൽ അത്ലറ്റിക്കോയിലേക്ക് പോലും ചില വിരുദ്ധന്മാർ പടച്ചു വരുന്നുണ്ട്. അത് ഡീലായി എന്ന തരത്തിലൊക്കെ വാർത്ത വരുന്നുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും നിഷേധിക്കുകയാണ് യർഗൻ ക്ലോപ്പ്. ഒരു തരത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഒറ്റ തവണ പോലും തന്നെ ആരും വിളിച്ചിട്ടില്ല എന്നുകൂടി ക്ലോപ്പ് പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.